ലൈവില് ജാസ്മിനും ഗബ്രിയും സംസാരിക്കുന്നുണ്ട്. അതായത് ജാസ്മിൻ പറയുന്നത് എന്നാലും നമ്മൾ ഇവിടുത്തെ വില്ലനും വില്ലത്തി ആയിപ്പോയല്ലോ എന്നാണ്. തനിക്കിവിടെ വില്ലത്തിയാവാൻ ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. ആക്ച്വലി ജാസ്മിൻ ഹീറോയിൻ ആവാം എന്ന് കരുതി തന്നെ ആകണം ബിഗ് ബോസ് വീട്ടിലേക്ക് എത്തിയത്. പക്ഷേ എത്തപ്പെട്ടത് വില്ലത്തിയുടെ വേഷത്തിലായിപ്പോയി. എന്ത് ചെയ്യാനാ അല്ലേ? സോ അവർക്ക് കാര്യങ്ങളെക്കുറിച്ചൊക്കെ നല്ല ധാരണയുണ്ട്. പക്ഷേ അവരുടെ സൗഹൃദത്തിൽ നിലവിൽ ഒരു ഉലച്ചിലും ഉള്ളതായിട്ട് തോന്നുന്നൊന്നുമില്ല. പക്ഷെ മുമ്പ് കാണാത്ത ഒരു 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 രീതിയിൽ ജാസ്മിൻ്റെ ഭാഗത്ത് ഞാൻ ശ്രദ്ധിച്ചത്, ജാസ്മിൻ ഇപ്പോൾ പെട്ടെന്ന് ദേഷ്യമൊക്കെ വരുന്നുണ്ട്. ഗബ്രി എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് ദേഷ്യപ്പെടുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട്. ചിലപ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇവർ തമ്മിൽ അടിച്ചു പിരിഞ്ഞിട്ട് ഇവരങ്ങോട്ടും ഇങ്ങോട്ടും ഓപ്പോസിറ്റിൽ നിന്ന് കളിക്കുന്ന ഒരു ഗെയിമിലേക്ക് വരാൻ സാധ്യത വളരെ കൂടുതലാണ്. ജാസ്മിൻ വളരെ വലിയ ചിന്തയിലാണ്, ആലോചനയിലാണ്. കാരണം മറ്റൊന്നുമല്ല, എങ്ങനെയെങ്കിലും ഗബ്രിയുമായിട്ട് അടിച്ചു പിരിയണം, എന്തൊരു കാരണം കിട്ടും എന്നിങ്ങനെ ഒരുപക്ഷെ നോക്കിയിരിക്കുന്നുണ്ടാവാം. ഞാനത് എൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ പറയുന്നതാണ്. അതായത് ഈ ഒരു കോംബോ പുറത്ത് നെഗറ്റീവായ സ്ഥിതിക്ക് ഈ കോംബോയിൽ നിന്ന് പുറത്ത് കടന്നാലേ തൻ്റെ ഗെയിം മുന്നോട്ട് പോകൂ എന്ന് ചിലപ്പോൾ ജാസ്മിൻ വിചാരിച്ചേക്കാം. ഒരുപക്ഷെ ഗബ്രിക്കും ആ വിചാരമുണ്ടാകും. പക്ഷേ അത് ഓഡിയൻസിന് കൺവിൻസിങ്ങും ആകണം. ഈ പുറത്തെ കാര്യങ്ങൾ അറിഞ്ഞിട്ട് അടിച്ചു പിരിഞ്ഞു എന്ന് കണ്ടു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഓഡിയൻസ് വിചാരിക്കും ഇത്രയും ദിവസം കാണിച്ചതൊക്കെ നാടകമാണെന്ന്. മാത്രമല്ല, ഇന്ന് ലൈവിൽ നോക്കിയിട്ട് ജാസ്മിൻ പറയുന്നുണ്ട്, എനിക്കൊരു അവസരം തരണം ബിഗ് ബോസ്, ഞാൻ എന്താണ് ഉദ്ദേശിച്ചതെന്ന് പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഓഡിയൻസിനോടും പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് ജാസ്മിനും ഗബ്രിയും തമ്മിൽ അടിച്ചു പിരിയാനുള്ള സാധ്യത കാണുന്നു എന്ന് തന്നെയാണ്. ഞാനൊരു വില്ലത്തിയാവാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് ജാസ്മിൻ പറയുന്നത്.